اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ സംവിധാനിച്ചത്, ആ സംവിധാന മേഖലയിൽ നിന്ന് ഓരോ വിശ്വാസിയെയും തെറ്റിക്കുക എന്നുള്ളതാണ് ഇബ്ലീസിൻ്റെ കർത്തവ്യം. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ശപിക്കപ്പെട്ടവനാക്കിയത്, അല്ലെങ്കിൽ തന്നിലുണ്ടായ ഏതൊരു കാര്യത്തിൻ്റെ പേരിലാണ് തന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തുനിന്ന് പുറത്തു പോകാൻ പറഞ്ഞത്, താൻ ഏത് കാര്യത്തിൻ്റെ പേരിലാണോ വലിയ പ്രയാസം അനുഭവിച്ചത്, അത് ഓരോ ആളുകളെയും അനുഭവിപ്പിച്ചുകൊണ്ട് മരിപ്പിക്കുക എന്നുള്ളതാണ് ശൈത്താൻ്റെ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇന്ന ശൈത്വാന അദുവ്വും മുബീൻ, അത് കാരണം കൊണ്ട് തന്നെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ശൈത്താൻ നിങ്ങളെ വ്യക്തമായ ശത്രുവാണ് എന്ന വലിയ ഒരു ബോധനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുമായുള്ള പോരാട്ട വേദിയിൽ നിൽക്കുന്ന സമയത്ത് അബൂജഹലിനെ പോലെ ഉത്ബത്തിനെ പോലെയുള്ള ആളുകൾക്ക് മനുഷ്യകോലത്തിൽ വന്നിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആര്? ശൈത്താൻ, ഇബ്ലീസ് എന്ന് പറഞ്ഞ ആൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ നമ്രൂദ് ചിന്താകുലനായ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എങ്ങനെ വധിക്കണമെന്നുള്ള ആ ചിന്തയിൽ നമ്രൂദ് നിൽക്കുന്ന സമയത്ത് ഒരു തെറ്റി ബില്ലിൽ കിടത്തിയിട്ട് വലിയ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ മതി എന്നുള്ള ആശയം പറഞ്ഞു കൊടുത്തത് ആരാണ്? ഇബ്ലീസാണ്. അപ്പോൾ ഏത് കാലത്തും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശത്രുവായിട്ടാണ് എന്നും ഇബ്ലീസ് നിന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭാഗത്താകുമ്പോൾ മറുഭാഗത്ത് ഇബ്ലീസ് ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സത്യത്തിൻ്റെ ഭാഗത്താകുമ്പോൾ തിന്മയുടെ ഭാഗത്ത് ആരുണ്ടാവും? ഇബ്ലീസ് ഉണ്ടാവും. ഇന്നും ലോകത്തങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആളുകളെ, പാവപ്പെട്ട ഫലസ്തീനികൾ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ ജൂതന്മാരാണെങ്കിലും അല്ലെങ്കിൽ ട്രംപിനെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ആളുകളാണെങ്കിലും അവർക്കൊക്കെ മറഞ്ഞു നിന്നുകൊണ്ട് ഉപദേശം നൽകുന്നവനാണ് യഥാർത്ഥത്തിൽ ആര്? ഇബ്ലീസ് എന്ന് പറയുന്നത്. ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഇബ്ലീസിനെ ആരാധിക്കുന്ന ആളുകൾ പോലും ഒന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശൈത്താനെ ആരാധിക്കാൻ പാടില്ല. അല്ലേ? അല്ലാഹു തആല പറഞ്ഞ വാചകം ഒന്ന് ആലോചിക്കണം. ശൈത്താനെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കരുതെന്നാണ് പറഞ്ഞത്. മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ലോകത്ത് നിരീശ്വരവാദികൾ എന്ന് ലോകം വിളിക്കുന്ന പല ആളുകളും ശൈത്താൻ ആരാധിക്കുന്ന ആൾക്കാരാണ്. ശൈത്താൻ സേവകരാണ്. ശൈത്താൻ്റെ ബലത്തിൽ ലോകത്ത് അക്രമം ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ശൈത്താൻ നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഏറ്റവും വലിയ വിഷയം നമ്മളിൽ തന്നെ ഞാൻ ഒരു വലിയവനാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ശൈത്താൻ ആ കാര്യം കൊണ്ട് പുറത്തു പോയ ആളാണ് അല്ലേ. ഉസ്ജുദൂലി ആദമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുൽ കിറാമിനോട് പറഞ്ഞപ്പോൾ ഫസജദൽ മലായികത്ത് മുഴുവനും എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ, അവൻ വിസമ്മതിക്കുകയും കിബർ നടിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്ലീസ് പറഞ്ഞ ന്യായം എന്താണ്? ആദമിനെ പടച്ചത് മണ്ണുകൊണ്ടാണ്, എന്നെ പടച്ചത് തീ കൊണ്ടാണ്. തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് പടച്ച ആദമിന് സുജൂദ് ചെയ്യുകയോ? അപ്പം ഞാൻ എന്ന ഭാവം ആരിലുണ്ടായി എന്നുള്ളതാണ്? ഇബ്ലീസിലുണ്ടായി എന്നുള്ളതാണ്. ഞാൻ എന്ന വലിയ ഭാവം ഇബ്ലീസിലുണ്ടായി. ആ ഭാവമാണ് ഇബ്ലീസിനെ ശപിക്കപ്പെട്ടവനായി ഖിയാമത്ത് നാൾ വരെ ശപിക്കപ്പെട്ടവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോധിക്കാനുള്ള കാരണവും. അപ്പോൾ താൻ ഏതൊരു കാരണം കൊണ്ടാണോ ശപിക്കപ്പെട്ടവനായത്, ആ കാരണം തന്നെ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക. ഞാനൊരു വലിയവനാണ് എന്നുള്ള ചിന്ത ഉണ്ടാക്കുക. ട്രംപിനെ പോലെയുള്ള, നെതന്യാഹുവിനെ പോലെയുള്ള, അല്ലെങ്കിൽ മറ്റു പല രാജാക്കന്മാരെ പോലെയുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഞാനെന്ന ഭാവത്തിനെ കൊണ്ടുവരിക. ആ ഞാനെന്ന ഭാവം മാത്രം മതി. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നശിച്ചു പോകും. ഇപ്പോൾ സൂഫിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മഹാന്മാരാകുന്ന ആളുകൾ പറയുന്ന എന്താണ്? ഒരു സൂഫിയുടെ ഹൃദയത്തിൽ ഞാനെന്ന ഭാവം ഉണ്ടാവില്ല. ഞാനെന്ന ഭാവം ഒരു സൂഫിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഓൻ എന്തല്ല? സൂഫിയല്ല. ഞാനെന്ന ഭാവത്തിനെ ഇല്ലായ്മ ചെയ്ത് ഒക്കെ അവനാണ് എന്ന ചിന്തയിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോഴാണ് അവൻ എന്താവുള്ളൂ? ഒരു സൂഫിയാവുള്ളൂ. അപ്പം ഇന്ന് ലോകം ശൈത്താൻ ആരാധിക്കുകയാണ്. കാരണം എന്താ? അതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിനെതിരെ എത്ര ഓരോ കമൻറ്റുകൾ നമ്മൾ വായിക്കുകയാണ് അല്ലേ. മുസ്ലിം നാമധാരികളാകുന്ന എത്ര ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തെറി പറയുന്നത്. ലോകത്ത് തൗഹീദ് പ്രചരിപ്പിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറി പറയുന്നത്. 6-ാം നൂറ്റാണ്ടിൽ 6 വയസ്സുകാരിയായ ഒരു പെണ്ണിനെ ഭോഗിച്ചവനാണ് നിങ്ങളെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ മനസ്സിൽ വ്രണമുണ്ടാക്കുന്ന വാക്കുകൾ പറയുകയാണ്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് 6 വയസ്സിൽ തന്നെയാണ്. 6 7 എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ കൂട്ടിക്കൊണ്ടുപോയത് ഏത് വയസ്സിലാണ്? 9-ാമത്തെ വയസ്സിലാണ്. 9-ാമത്തെ വയസ്സിലാണ്. ഒരു 50 കൊല്ലം പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വല്യമാര് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇളയമാര് മൂത്തന്മാരൊക്കെ എത്ര വയസ്സിലാണ് കെട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ പറയുമോല് 8 വയസ്സിൽ, 9 വയസ്സിൽ, അല്ലെങ്കിൽ 10 വയസ്സിൽ, 11 വയസ്സിൽ എന്ന് പറയും. മാത്രമല്ല 1500 വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ ആളുകളുടെ ശാരീരിക പുഷ്ടിയും ഇന്നത്തെ ആളുകളുടെ ശാരീരിക പുഷ്ടിയും ഒരുപോലെ. അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് ആയിഷ ബീവിനെ പിന്നെ ഒരു ജിമാഇ എന്ന ഉദ്ദേശത്തിൽ കല്യാണം കഴിച്ചതാ? അല്ല. ആയിഷ ബീവിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അറബി വനിതകളിൽ ആയിഷ ബീവിയേക്കാൾ ബുദ്ധിയുള്ള ഒരു പെണ്ണില്ല. അത്ര അപാരമായ ബുദ്ധിമതിയായിരുന്നു ആര്? മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ കല്ലിൽ കൊത്തുവെച്ചതുപോലെ ഹൃദയമുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചാൽ അത് കാരണമായി ലോകത്തിന് ഒരുപാട് ഇൽമുകൾ ലഭിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഒരു ചിന്തയിൽ നിന്നാണ് ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണത്? ഓർഡർ ഇടുന്നത്. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മകളെ റസൂലുള്ളാഹിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമോ? റസൂലുള്ളാഹിനെ കല്യാണം കഴിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു ആര്? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു. അതൊരു മഹബത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എന്നിട്ട് എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 9 വയസ്സിലാണ് റസൂലുള്ളാഹി കൂട്ടിക്കൊണ്ടുപോയത്. ആയിഷ ബീവിയുടെ കല്യാണത്തിൻ്റെ പിന്നീടുള്ള ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും
പിന്നെയും പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കല്യാണത്തിന് അവഹേളിക്കുന്ന രൂപം അവരുടെ മനസ്സിൽ നിന്ന് എവിടുന്ന് വന്നതാണത്? പരിശുദ്ധ ഇസ്ലാമിനോട് ശത്രുത ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഇബ്ലീസാണ്. സാക്ഷാൽ ഇബ്ലീസാണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്ക് ഇനി മുസ്ലിം ലോകം വരാൻ പോകണുള്ളൂ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം അല്ലേ അപ്പൂപ്പൻ താടിയെപ്പോലെ ആയിരിക്കും. ഇങ്ങനെ അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും, ഇവിടുന്ന് കാറ്റടിച്ചാൽ ഇങ്ങോട്ടും ഇക്കാരം. ഏതാണ് ശരി ഏതാണ് തെറ്റി എന്നറിയാതെ വിശ്വാസിയുടെ മനസ്സ് നീറുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രമല്ല അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ദീന് എന്ന് പറഞ്ഞാൽ ഏതുപോലേക്കാരം? ഒരു ശക്തമായ തിജുംകട്ട കയ്യിൽ വെച്ചാൽ എങ്ങനെയൊക്കെയാറും? ദുമക്ക് വെച്ചാൽ നമുക്ക് ദുമക്കിടാൻ തോന്നും, ദുമക്ക് വെച്ചാൽ ദുമക്കിടാൻ തോന്നൂലേ? അത്രമാത്രം പ്രയാസമായിരിക്കും സ്വന്തം ദീനിനെ സംരക്ഷിക്കാനെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഞാനെന്ന ഭാവം എന്ന് പറയുന്നത് അത് ഇബ്ലീസ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവ വിശ്വാസികളാകുന്ന നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? അവൻ്റെ കളികൾ മനസ്സിലാക്കണം. സാക്ഷാൽ ഇബ്ലീസാണെങ്കിലും ഇനി വരാൻ പോകുന്ന ദജ്ജാലാണെങ്കിലും അവരൊക്കെ ഒരു വലിയ സൂപ്പർ ഹീറോ ആയിട്ടാണ് ലോകത്ത് എന്ത് ചെയ്യുക? രംഗപ്രവേശനം ചെയ്യുക. ശൈത്താൻ്റെ ആരാധകർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ? നിരീശ്വരവാദികളാകുന്ന ആൾക്കാരുടെയൊക്കെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ പല ചിത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇബ്ലീസിൻ്റെ ചിത്രം കാണാം, ഒരു ശൈത്താൻ്റെ ചിത്രം. എന്താണത്? അള്ളാഹുവിൻ്റെ ശത്രു ഇബ്ലീസാണ്. ലോക മുസൽമാൻ്റെ ശത്രു ഇബ്ലീസാണ്. ആദമിൻ്റെ സന്തതികളുടെ ശത്രു ഇബ്ലീസാണ്. ആ ഇബ്ലീസിനെ അവർ എന്ത് ചെയ്യാണ്? ആരാധിക്കുകയാണ്. ഇബ്ലീസിനെ ആരാധിക്കുമ്പോൾ ദുനിയാവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പോലെ എന്ത് ചെയ്യും? അയച്ചിങ്ങനെ കൊടുക്കും. പിന്നെ ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, റബ്ബിൻ്റെ പിടുത്തം അത് ഭയങ്കര ഇക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഞാൻ എന്ന ഭാവം ഒരിക്കലും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒന്നും നമ്മളല്ല, എല്ലാം അള്ളാഹുവാണ്. നമുക്കൊന്നിനും കഴിവില്ല. നമ്മൾ വെറും ഒരു റോബോട്ട് മാത്രമാണ് അല്ലേ? എവിടെ നിന്നാണോ ഈ മണ്ണിനെ അള്ളാഹു തആല സംവിധാനിച്ചത്, ആ മണ്ണിലേക്ക് തന്നെ ഈ ശരീരം പോകും. റൂഹ് എവിടെ നിന്നാണോ വന്നത്, അതിലേക്ക് റൂഹും പോകും. പിന്നെ നെഫ്സിനോടാണ് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ. നെഫ്സാണ് സ്വർഗത്തിൻ്റെ അനുഭൂതികളൊക്കെ എന്ത് ചെയ്യണത്? അനുഭവിക്കുന്നത്. നെഫ്സാണ് നരകത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? അനുഭവിക്കുന്നത്. റൂഹിന് ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. റൂഹ് എവിടെ നിന്നാണോ വന്നത്, അത് അവിടേക്ക് തന്നെ അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക് തന്നെ എന്ത് ചെയ്യും? റൂഹും മടങ്ങും. മനസ്സിലാവുണ്ടോ? റൂഹിന് ഇതിനൊന്നിൻ്റെ ആവശ്യമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഊതപ്പെട്ട ആത്മാവാണ് ഓരോ മനുഷ്യൻ്റെയും റൂഹ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു യഥാർത്ഥ സൂഫി ഉദയം ചെയ്യുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുമ്പോഴാണ്. തന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, എല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത് എന്ന് ഹൃദയം കൊണ്ട് അനുഭവിക്കുമ്പോഴാണ് ഒരു സൂഫി ഉദയം ചെയ്യുന്നത്. അതുവരെ അവൻ സൂഫിയുടെ കോലം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിൻ്റെ ഞാനെന്ന ഭാവത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പൂർണ്ണമായി ഹൃദയത്തിൽ അമൗജൂദ ഇല്ലല്ലാഹ് കൊണ്ടുവരാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.